ഈ ഒരു ഡിസൈൻ നമ്മൾ ഒരുപാട് ചെയ്തൊരു ഡിസൈനാണ്. നമുക്ക് ഓർഡർ തന്നേക്കുന്നൊരു കേക്ക് ഹാർട്ട് ഷേപ്പിലുള്ളൊരു കേക്കായിരുന്നു. സോൾട്ടഡ് കാരമലായിരുന്നു ഫ്ലേവർ. 1 kg കേക്ക് കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ നമ്മളൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കണം, ഇതിൻ്റെ എഡ്ജസും എല്ലാം. അതല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഫിനിഷിങ് ചെയ്തെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ഓഫ് വൈറ്റ് കളറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് യെല്ലോ കളറ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് വൈറ്റ് കളറ് കിട്ടും. ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം, ഓഫ് വൈറ്റ് കളറിലാക്കിയ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നോസിലൊന്നും ഇട്ടിട്ടില്ല, അതിൻ്റെ ടിപ്പ് ചെറുതായിട്ട് പൊടിക്കനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക വിപ്പിംഗ് ക്രീം. ഏത് കുഞ്ഞു കുട്ടിക്ക് വരെയും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. പക്ഷേ നമുക്ക് സമയമെടുത്തും നല്ല ക്ഷമയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു ഡിസൈൻ. അത് അടുപ്പിച്ച് ഇങ്ങനെ ചെയ്താലേ അതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ. എല്ലാം ഫുള്ള് കഴിയുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും, പക്ഷേ ഒന്നുമില്ല, വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. പക്ഷേ ഭയങ്കര എലഗൻറ്റ് ലുക്കാണ്. ഫുള്ള് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊരു ഡിസൈനാണ്. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ പേജിൽ ബേക്കവേ കൊച്ചിയുടെ പേജിൽ, ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ നോക്കിയാൽ കാണാം, ഈ മോഡൽ കേക്ക് ഇഷ്ടം പോലെ തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആനിവേഴ്സറി തീം കേക്കായിട്ടാണ് എല്ലാവരും ഇത് ചൂസ് ചെയ്യുന്നത്. അപ്പം ആനിവേഴ്സറിക്ക് പറ്റിയൊരു ലവ് തീം കേക്ക് കൂടിയാണല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ റെഡ് റോസസ് ആണ് വെച്ച് കൊടുക്കുന്നത്. അത് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ടാണ്, കസ്റ്റമറിന് റെഡ് റോസസ് വേണമെന്ന് പറഞ്ഞു. റെഡ് റോസസ് ആയിരിക്കും കൂടുതലും ഭംഗി. അപ്പം നമ്മൾ റോസ് മേടിച്ചിട്ട് ഉപ്പ് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത്, കാരണം അതിനകത്ത് പ്രാണി, ഉറുമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ കേക്കിലോട്ട് വെക്കുമ്പം അങ്ങനെ പാടില്ലല്ലോ. അത് ഉപ്പ് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത്, അറ്റം ഒന്ന് തണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ തണ്ട് ഡയറക്റ്റ്ലി നമ്മൾ കേക്കിലോട്ട് വെക്കത്തില്ല. അതിൻ്റെ ടിപ്പിൽ തണ്ടിൽ നമ്മൾ സെലോ ടേപ്പ് ചുറ്റിയിട്ടാണ് നമ്മൾ കേക്കിലോട്ട് വെക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, സേഫാണ്. പിന്നെ നമ്മളിത് ആനിവേഴ്സറി സ്പെഷ്യൽ തീം കേക്കാലോ. ഇനി ആനിവേഴ്സറിയുടെ ഒരു ടോപ്പർ കൂടി വെച്ച് കൊടുക്കാം. നമ്മൾ കുത്തിയല്ല വെക്കുന്നത്, കിടത്തിയാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പറുടെ ആ അറ്റം ഒന്ന് ഒടിച്ചു കൊടുത്തിട്ട് അത് കേക്കിലോട്ട് വെച്ച് കൊടുക്കുവാണ്. നല്ല ഭംഗിയിലെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ റൗണ്ടിലാട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് റൗണ്ടിൽ ബേക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തതാണ്. ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, റൗണ്ടിൽ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഹാർട്ട് ഷേപ്പിലോട്ട് വരുമ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ള വീഡിയോ ഇടുമെന്ന്. അപ്പോൾ ഞാനതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.